ഒരുപാട് പരാജയങ്ങൾക്ക് അവസാനമാണ് ഒരു സക്സസ് ഉണ്ടാവുക. യെസ് ഓർ നോ? ഒരുപാട് പ്രാക്ടീസിന് ശേഷമാണ് നമ്മൾ റൈറ്റ് ആയിട്ട് പറയുക. എടോ, ലേസി ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? പ്ലാൻ ചെയ്യാതിരുന്നും ആക്ടിവിറ്റി ചെയ്യാതിരുന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ വല്ലവരും ഉണ്ടോ? ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. Welcome to Fluency Multiplier, making people confident in English. നമ്മൾ റെഡി ആവും. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യന് മാത്രമേ പ്ലാൻ ചെയ്യാൻ കഴിയുള്ളൂ. മനുഷ്യന് മാത്രമേ ആക്ഷൻ വിചാരിച്ച പോലെ എടുക്കാൻ പറ്റുള്ളൂ. മനുഷ്യന് മാത്രമേ ചെയ്ത പ്ലാൻ മാറ്റി വേറെ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ആ മനുഷ്യനാണ് സക്സസ്ഫുൾ ആവണേ. പിന്നെ ഫെയിൽ ആവാതെ സക്സസ്ഫുൾ ആവാന്ന് ഒരു കാരണവശാലും വിചാരിക്കരുത്. ഒരുപാട് പരാജയങ്ങൾക്ക് അവസാനമാണ് ഒരു സക്സസ് ഉണ്ടാവുക. യെസ് ഓർ നോ? ഒരുപാട് പ്രാക്ടീസിന് ശേഷമാണ് നമ്മൾ റൈറ്റ് ആയിട്ട് പറയുക, അല്ലാതെ പറ്റൂല. You got it what I'm talking about, my dear friends. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ലെന്നേ, ശ്വാസം കിട്ടൂല, ചെയ്യാൻ പറ്റൂല. ഒറ്റ കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം, ക്വിറ്റ് ചെയ്യാം. പണ്ടാറ് വേണ്ട, ഞാൻ പോകണം, ഇത് മാത്രം ചെയ്യാം. അത് ബീരുക്കളുടെ പണിയാ. ആരുടെ പണിയത്? ബീരുക്കൾ മാത്രമേ ക്വിറ്റ് ചെയ്യുള്ളൂ. ക്വിറ്റേഴ്സ് നെവർ വിൻ, വിന്നേഴ്സ് നെവർ ക്വിറ്റ്. എന്താ പറഞ്ഞേ? ക്വിറ്റേഴ്സ് നെവർ വിൻ. ഉപേക്ഷിച്ച് പോകുന്നവർ ഒരിക്കലും സക്സസ് ആവില്ലെന്നേ. സക്സസ് ആവുന്നവർ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. That's a fact, my dear friends. Successful people always sacrifice and struggle. Yes or no? Unsuccessful people, they never take risk. That's a fact. നിങ്ങൾ ഒരു ദിവസം എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ എഴുതി വെക്കണം ചുമരിൽ, എനിക്ക് ആത്മാഭിമാനമുണ്ട്. എന്തെഴുതി വെക്കണം? ഞാൻ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് ആത്മാഭിമാനമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. അതുകൊണ്ട് എല്ലാ ദിവസവും 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഞാൻ വെറും ഡാഷാണ്. അത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി വെച്ചോ. അപ്പം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നോക്കൂ. ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യം പറയാം. നമ്മൾ മറ്റുള്ളവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മുടെ അഭിമാനത്തിനെ ചലഞ്ച് ചെയ്യണം. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും, ഞാൻ പ്രാക്ടീസ് ചെയ്തിരിക്കും, ഞാൻ റെഡി ആയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ വെറും പൊട്ടനാണ്, ഡാഷാണ്, ഡാഷാണ്, ഡാഷാണ്. റൂമിൽ വരുമ്പോൾ ആദ്യം നമ്മൾ അറിയാതെ ഇതിലേക്ക് നോക്കിപ്പോവും. നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇതുണ്ടല്ല. ശരിയാണ്. ഇങ്ങനെ കുറേ ട്രിക്കുകളുണ്ട് നമ്മളെ ചലഞ്ച് ചെയ്യാനായിട്ടുള്ളത്. അതെല്ലാം പറയണമെങ്കിൽ ഈ ദിവസം പോരാ. അപ്പം ഇംഗ്ലീഷ് പഠിപ്പിൽ നിർത്തിക്കേണ്ടി വരും. നമ്മൾ ഒരിക്കലും താഴേക്ക് പോകില്ല. മറ്റേ പുഷ്പ പറഞ്ഞിട്ട് താഴത്തില്ല എന്ന് പറയില്ലേ, അതേപോലെ നമ്മൾക്ക് ഒരിക്കലും നെഗറ്റീവ് വർക്ക് ചെയ്യാൻ തോന്നൂല. നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്തേ ഹലോ ഞാനിങ്ങനെ ഇരിക്കാൻ പാടില്ല, ഒക്കെ അടുത്ത പരിപാടി എന്താ, ഇതിലേക്ക് ഇങ്ങനെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാം, ഇത്തിരി നേരം റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് ഇത്തിരി നേരം റെസ്റ്റ് എടുക്കാം, അത് കഴിഞ്ഞ് കുറച്ച് ഇത്തിരി നേരം കൂടി റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് അവസാനം വടിയായിരിക്കും. എടോ, ലേസി ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? പ്ലാൻ ചെയ്യാതിരുന്നും ആക്ടിവിറ്റി ചെയ്യാതിരുന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ വല്ലവരും ഉണ്ടോ? എടോ, നിങ്ങൾക്ക് ലോട്ടറി അടിക്കണേ, അറ്റ്ലീസ്റ്റ് ലോട്ടറി എടുക്കണ്ടേ? ഭഗവാൻ പരമശിവനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എനിക്ക് ലോട്ടറി അടിക്കണേ, ഭഗവാനെ എനിക്ക് ലോട്ടറി അടിക്കണേ, ഭഗവാനെ എനിക്ക് ലോട്ടറി അടിക്കണേ എന്ന് പറഞ്ഞ് പരമശിവനോട് പ്രാർത്ഥിക്കുകയാണ്. അവസാനം പാർവതിക്ക് ദേഷ്യമായി. ഇങ്ങനെ എന്ത് മനസ്സാക്ഷിയില്ലാത്ത മനുഷ്യനാണ്, അയാൾ എല്ലാ ദിവസവും വന്ന് അമ്പലത്തിൽ വന്ന് കാലത്ത് തന്നെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചേട്ടോ, പരമശിവ തനിക്ക് ഒരു ലോട്ടറി അയാൾക്ക് അടിപ്പിക്കാൻ പാടില്ല, എത്ര വർഷമായി? അപ്പോൾ പരമശിവൻ പറയും, വത്സേ ഒരു ടിക്കറ്റ് എടുത്താലല്ലേ അടിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു ടിക്കറ്റ്, നമ്മുടെ കാര്യം പറയണേ, പ്രാക്ടീസ് ചെയ്താലല്ലേ ഫ്ലുവൻ്റ് ആവുള്ളൂ. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവണം. ആഗ്രഹം ഭയങ്കരമാണ്, പക്ഷെ ആക്ടിവിറ്റി ഒന്നുമില്ല. 2 ദിവസം ചെയ്യും, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ 2 ദിവസം ആക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇവൻ ലോകം കീഴടക്കാൻ പോകണമെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. ശരിയല്ലേ? അതല്ല വേണ്ടത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് നേരം 10 മിനിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 10 മിനിറ്റ് ചെയ്താൽ മതി. അടുത്ത 10 ദിവസം 10 മിനിറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ റിസൾട്ട് വന്നു തുടങ്ങും. അപ്പം നിങ്ങൾക്ക് തോന്നും, ഇത്തിരി കൂടി. Welcome to Fluency Multiplier, making people confident in English.